ആയത്തുൽ കുർസിയൊക്കെ പതിവാക്കാനുള്ള ഒരു തൗഫീക്ക് കിട്ടണമെങ്കിൽ അയാൾ ആ നിലയിൽ ഒരു ഈമാന്റെ മധു നുകരാൻ പറ്റുന്ന ആളാവണം. ഒരാൾക്ക് ഒന്നും ചെല്ലാൻ കഴിയൂല എന്ന് വിചാരിക്കുക, കഴിയണില്ല. ഒരായത്തുൽ കുർസി പോലും മര്യാദക്കാട്ട് ഓതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ പേടിക്കണം, അള്ളാഹിനോട് കാവൽ ചോദിക്കണം, ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ട് ഈ നന്മയിലേക്ക് നമ്മൾ അടുക്കണം. അതിനൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇൻഷാ അള്ളാഹ് തയ്യാറാവണം. സിഹ്ർ ബാത്തിലാക്കാൻ ഏറ്റവും നല്ല മറുമരുന്നിൽ ഒന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ആയത്തുൽ കുർസിയെ നമ്മൾ ഇഷ്ടപ്പെടണം. അത് നമ്മളുടെ നാവിലൂടെ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 6000-ൽ ചില്ലാനം ആയത്തുകളുടെ കൂട്ടത്തിൽ നേതാവായ ആയത്ത് എന്നല്ലേ മുഅ്മിനെ ഈ ആയത്തിനെ കുറിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ ബഖറ ഫീഹാ യാ സയ്യിദതു ആയിൽ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, സൂറത്തുൽ ബഖറ, പരിശുദ്ധമായ സൂറത്തുൽ ബഖറ, ഫീഹാ ആയത്തുൻ, അതിൽ ഒരു ആയത്തുണ്ട്, അത് സയ്യിദതു ആയിൽ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ നേതാവാണ്. ലാ തുഖറഉ ഫീ ബൈത്തിൻ വഫീഹി ശൈത്വാനുൻ ഇല്ലാ ഖറജ മിൻഹു ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്, അത് മൊത്തം ആയത്തുകളുടെ നേതാവാണ്. ഒരു വീട്ടിൽ ആ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അപ്പൊ ശൈത്താൻ ആ വീട്ടിലുണ്ടെങ്കിൽ ഉടനെ പുറത്തിറങ്ങും, വീട്ടിൽ നിൽക്കാൻ കഴിയൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുഖറഉ ഫീ ബൈത്തിൻ വഫീഹി ശൈത്വാനുൻ ഇല്ലാ ഖറജ മിൻഹു ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതുന്നോർത്ത് ശൈത്താൻ നിൽക്കാൻ കഴിയൂല. എങ്ങനെയാണ് മുഅ്മിനെ നിരന്തരമായി ആയത്തുൽ കുർസി ഓതുന്ന ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ പിശാചിന് ആധിപത്യം ഉണ്ടാവുക? നിങ്ങളിത് ശ്രദ്ധിക്കണം, നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് നിസാരമല്ല, ഏറ്റവും മഹത്തായ ആയത്തെന്നാണ് ഈ ആയത്തിനെ കുറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. ഖുർആൻ മൊത്തത്തിൽ അള്ളാന്റെ കലാമല്ലേ, അള്ളാന്റെ കലാമാണ്. എ ടു സെഡ് റബ്ബിന്റെ വചനാണ്. എന്നാൽ എല്ലാം ഒരുപോലെയാണോ? ഒരുപോലെയല്ല. ഓരോന്നിന് ഓരോ പ്രത്യേകതകളാണ്. ചിലതിനേക്കാൾ മഹത്വം അള്ളാഹു നൽകിയിട്ടുണ്ട്. ആയത്തുകളെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും മഹത്വം നൽകിയ ആയത്തിനെ കുറിച്ചാ ഇപ്പൊ പറയുന്നത്. ഇത് ഉള്ളോർമ്മയോടുകൂടെ കേൾക്കണം. عن أبي بن كعب رضي الله عنه أن النبي صلى الله عليه وسلم سأله أي آية في كتاب الله أعلم. പറയുന്നുണ്ട് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഉബയ്യേ, അറിയുമോ നിനക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തേതാണ്? അതബിന്റെ മറുപടി നൽകി, അള്ളാഹുവിനറിയാം, അവന്റെ റസൂലിനറിയാം. ഉടനെ നബി തങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഉബയ്യേ, ഉബയ്യേ, അയ്യോ ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅലം, അയ്യോ ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅലം, അയ്യോ ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅലം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണ് അറിയുമോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവസാനം ഞാൻ പറഞ്ഞു ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അല്ലേ നബിയെ? എന്റെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. എന്നാലും മുത്തുനബി തന്നെ ഉണ്ട് പറഞ്ഞു തരട്ടെ എന്ന് കരുതിയിട്ട് അല്ലാഹു റസൂലുഹു അഅലം പറഞ്ഞതാ. പക്ഷെ നബി തങ്ങൾ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആയത്തുൽ കുർസി അല്ലേ നബിയെ? ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലയുഹന്നിക്കൽ ഇൽമു അബാ മുൻവിർ. അബൂ മുൻവിറേ, ഉബയ്യ് ഇബ്നു കഅബ്, വിജ്ഞാനം നിന്നെ അലങ്കാരമുള്ളതാക്കിയിരിക്കുന്നു. വിജ്ഞാനം നിനക്കൊരു അലങ്കാരമാണ്. അതെ, ശരി, ആയത്തുൽ കുർസി അത് ഭയങ്കരാണ്. അതിനേക്കാൾ മഹത്വമുള്ള ഒരായത്ത്, ആയത്ത് എന്ന നിലയിൽ അതിനേക്കാൾ മഹത്വമുള്ള ആയത്തില്ലട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ ഇതൊക്കെ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് എല്ലാ നിസ്കാര ശേഷവും ചൊല്ലിയാൽ അതിന്റെ ഫളിൽ എത്രയാണ് മുഅ്മിൻ. നിസ്കാരത്തിന് ശേഷം ഒരു തവണയെങ്കിലും ആയത്തുൽ കുർസി ഓതാത്ത ഒരവസരം നമുക്കുണ്ടാവാൻ പാടില്ല. ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ഗൗരവമായി ശ്രദ്ധിക്കണം. നബി ഉമാമത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തിരുമേനി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഖറഅ ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ആയത്തുൽ കുർസി ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അയ്യമൂത്. എല്ലാ നിസ്കാര ശേഷവും ഒരാൾ സൂറത്ത് ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അയ്യമൂത്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗപ്രവേശനത്തിന് അവന് തടസ്സം മരണം മാത്രമാണ്. മരണമല്ലാതെ അവന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ലെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകതയാണ്. പടച്ചോനെ, ഈ നന്മകളൊക്കെ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന് സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന വചനം മൂസാ നബിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എല്ലാ നിസ്കാര ശേഷവും അത് പതിവാക്കാൻ മൂസാ നബിയോട് അല്ലാഹു തആല ആജ്ഞാപിക്കുകയും ചെയ്തിട്ടുണ്ട്, അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിഹ്റന്മാർക്കിടയിലായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സാഹിര്യങ്ങളുടെ ലോകത്തുള്ള ഏറ്റവും വലിയ വമ്പൻ സാഹിര്യങ്ങളെയൊക്കെ ഫിർഔൻ വിളിച്ചു വരുത്തിയിരുന്നു മൂസാ നബിയെ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂസാ നബിക്ക് വിജയിക്കണം, ഒരു സിഹറും മൂസാ നബിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാകരുത്. അതുകൊണ്ട് തന്നെ ഇതിന് സമാനമായ ആയത്തുൽ കുർസിയിന് സമാനമായ ഒരു വചനം മൂസാ നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ നിസ്കാര ശേഷവും പതിവാക്കാൻ അല്ലാഹു മൂസാ നബിക്ക് വഹി അറിയിക്കുകയും ചെയ്തു എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഔഹല്ലാഹു ഇലാ മൂസാ നബി ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലിലെ നബിയായ മൂസാ നബിക്ക് ജല്ല ജലാലായ അല്ലാഹു വഹി അറിയിച്ചതാണ്, ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. മൂസാ നബിയെ, നിങ്ങൾക്ക് നിർണയിക്കപ്പെട്ട ഫർള് നിസ്കാരങ്ങൾ നാം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷവും ഈ ആയത്തുൽ കുർസി ഓതണം. അതായത് നമ്മുടെ വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുൽ കുർസിയിന് സമാനമായ ഒരു സന്ദേശം മൂസാ നബിക്ക് അല്ലാഹു തൗറാത്തിലൂടെ കൊടുത്തു. അതെല്ലാം നിസ്കാര ശേഷവും ഓതണം. എന്നിട്ട് ജല്ല ജലാലായ അല്ലാഹു അറിയിക്കുകയാണ്, ഫഇന്നഹു മൻ യഖറഉഹാ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. എല്ലാ ഫർള് നിസ്കാരാനന്തരം ഈ ആയത്തുൽ കുർസി ഓതിയാൽ എന്താണ് അതിന്റെ നേട്ടമെന്നല്ലേ? അജഅലു ലഹു ഖൽബശാകിരീൻ വലിസാനദ്ദാകിരീൻ വസവാബൻ നബിയീൻ വഅമാലസ്സിദ്ദീഖീൻ വലാ യുവാളിബു അലാ ദാലിക ഇല്ലാ നബിയ്യൻ ഔ സിദ്ദീഖ് ഔ അബ്ദിൻ ഇംതഹനത് ഖൽബുഹു ലിൽ ഈമാൻ. എന്തൊരു വർത്താനാണ് പടച്ചോനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറയ. അല്ലാഹു നമുക്ക് വിധി നൽകട്ടെ. എന്നിട്ട് മുത്തുനബി പറയുകയാ, ഫഇന്നഹു മൻ യഖറഉഹാ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. ഫർള് നിസ്കാരത്തിന്റെ ശേഷമായി ഈ ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കിയാൽ അജഅലു ലഹു ഖൽബശാകിരീൻ. അല്ലാഹു പറഞ്ഞതാണ്, ശാകിരീങ്ങളുടെ ഹൃദയം അവന് നാം നൽകുന്നതാണ്. അല്ലാഹു എന്തെല്ലാം നിഅമത്ത് തന്നോ ആ നിഅമത്തുകൾ ഉൾക്കൊണ്ട് അതിന് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളുകൾ അവരാണല്ലോ ശാകിരീങ്ങൾ. ആ ഒരു മനസ്സ് അല്ലാഹു തരും. ശാകിരീങ്ങളിൽ നമ്മൾ പെട്ടുകിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. പിന്നെയോ ങ്ങളുടെ നാവ് അവന് നാം നൽകും. നിരന്തരമായി അള്ളാനെ ആസ്വദിച്ച് ആസ്വദിച്ച് ദിക്ർ ചൊല്ലാൻ തൗഫീക്ക് കിട്ടുന്ന ആളുകൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരണം ലൈസ യതഹസ്സറു ഇബ്നു ആദം ഫിൽ ജന്ന ഇല്ലാ അലാ സാഅത്തിൻ മറത് ഫിദ് ദുനിയാ ലം യദ്കുരില്ലാഹ ഫീഹാ. സ്വർഗത്തിലാർക്കും ഒരു ടെൻഷനും ഇല്ല. സ്വർഗം ടെൻഷൻ ഇല്ലാത്ത ലോകാണ്. പിന്നെ ചില ആളുകൾക്ക് ഒരു ടെൻഷൻ വരും. എപ്പെന്നറിയോ? ദുനിയാവിൽ നിന്ന് ദിക്റുല്ലാഹിയിലല്ലാതെ കഴിഞ്ഞു പോയ സമയത്തെ കുറിച്ച് ഓർക്കുമ്പോ അപ്പൊരു ഖേദം വരും, അപ്പൊരു ടെൻഷൻ വരും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിക്കാ ഒരു വാക്ക്, ലൈസ യതഹസ്സറു ഇബ്നു ആദം. മനുഷ്യന് ഖേദിക്കൂല, ദുഃഖണ്ടാകൂല ഫിൽ ജന്ന, സ്വർഗത്തിൽ, ഇല്ലാ അലാ സാഅത്തിൻ, ഒരു സമയത്തെ കുറിച്ച് ഓർക്കുമ്പോഴല്ലാതെ. ഏതാണ് സമയം? മറത് ഫിദ് ദുനിയാ ലം യദ്കുരില്ലാഹ ഫീഹാ. ആ ദുനിയാവിൽ നിന്ന് ഒഴിവുള്ള സമയം ഉണ്ടായിട്ടും ദിക്ർ ചൊല്ലാതെ കഴിഞ്ഞു പോയല്ലോ ചില സമയങ്ങൾ. അല്ലാഹ് പടച്ചോനെ, ആ സമയത്തെ കുറിച്ച് ഓർക്കുമ്പോ ഒരു ടെൻഷൻ, ഒരു അസ്വസ്ഥത സ്വർഗക്കാർക്ക് പോലും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ ദിക്റിന്റെ ഒരു ശ്രേഷ്ഠത എത്രയാണ്. ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇന്ന വിഷയം ഇത്ര തവണ ചെല്ലണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ചില മഹാന്മാരുടെ പ്രത്യേക താല്പര്യത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു റൂട്ടിൽ നമ്മൾ അങ്ങ് കയറി അല്ലാഹനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഖൽബ് നമുക്കുണ്ടായി കിട്ടാനാ. പടച്ചോൻ തൗഫീക്ക് തരട്ടെ.